യൂസ് ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാനൊരു സിമ്പിൾ കാര്യം കാണിച്ചു തരാം. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നോട്ട് പാഡ് എന്ന് പറഞ്ഞൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോട്ട് പാഡ്, അതായത് നമുക്ക് എല്ലാവരുടെയും ഫോണിലുണ്ടാവും. ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നോട്ട് പാഡിൽ നമുക്ക് നമ്മുടെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺ എന്തെങ്കിലും നോട്ട് പാഡ് എന്ന് പറഞ്ഞ സംഭവം, മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് പാഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ ഇവിടെ എനിക്കും ഉണ്ട് ഒരു നോട്ട് പാഡ്. എല്ലാവർക്കും ഉള്ള പോലെ എനിക്ക് സാധാരണ നോട്ട് പാഡ് ഉണ്ട്. ഈ നോട്ട് പാഡിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അതുപോലെ എൻ്റെ പ്രോഗ്രാംസിൻ്റെ ഡേറ്റ് ഒക്കെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ നോട്ട് പാഡിൽ എനിക്ക് ടീച്ചർ ഏത് വിഷയം എടുക്കുന്നത്? എല്ലാ വിഷയവും എടുക്കും. ഓക്കെ, ഞാനിവിടെ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 100 പേരുടെ ലിസ്റ്റാണ്. 100 പേരുണ്ട്. ഇത് വേൾഡ് വൈഡുള്ള സെലിബ്രിറ്റീസാണ്. നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല, കേരളീയർ മാത്രമല്ല, വേൾഡ് വൈഡുള്ള സെലിബ്രിറ്റീസാണ്. ഒന്ന് നോക്കാം, എല്ലാം വ്യത്യസ്തമാണോ എന്ന് നോക്കാം. ഓക്കെ, അടുത്തത് ഷോപ്പിംഗ് ലിസ്റ്റാണ്. ഷോപ്പിംഗ് ലിസ്റ്റ് കടയിൽ പോയി വാങ്ങിക്കുന്ന ഐറ്റംസിൻ്റെ പേര് ഞാൻ 100 എണ്ണം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചേ ഓരോന്നേ. ആപ്പിൾസ്, ഓറഞ്ച് ജ്യൂസ്, മിൽക്ക്, റൈസ്, എഗ്സ്, ഷുഗർ, സ്പഗറ്റി, ബാക്കോം, ലെമൺ, റെഡ് പെപ്പർ. ഇതുപോലെ 100 എണ്ണം ഇതും സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. ഞാനിത് ബാക്ക് അടിക്കാം. എന്നിട്ട് 1 മുതൽ 100 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ മനസ്സിലേക്ക് റാൻഡമായിട്ട് കൊണ്ടുവരാം. ഒന്ന് കണ്ണടച്ചോ ടീച്ചർ, ഒന്ന് കണ്ണടച്ചോ. ഓക്കെ, റെഡി. ടീച്ചർ 1 മുതൽ 100 വരെയും ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് നമ്പർ വേണമെങ്കിലും ടീച്ചറിന് റാൻഡമായിട്ടൊന്ന് കൊണ്ടുവരാം. ഓക്കെ, ഒരു ആ മനസ്സിലേക്ക് വന്ന നമ്പർ ഒന്ന് പറയാമോ? 36. ഓക്കെ, ഈ നമ്പർ പറയാൻ എന്തോ ഒരു കാരണമുണ്ട്. ഉണ്ട്? ഇല്ല, റാൻഡമാണ്. ഓക്കെ, അതിനകത്ത് റാൻഡം കാരണമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ 36 എന്ന് പറയുന്ന ഇതിനകത്ത് സെലിബ്രിറ്റീസ് ലിസ്റ്റ് എടുക്കാം. അതിനകത്ത് 36 ഒന്ന് വായിക്കാമോ? എബ്രഹാം ലിങ്കൺ. നിങ്ങൾക്ക് അറിയാമോ എബ്രഹാം ലിങ്കൺ ആരെന്ന് അറിയാമോ? അറിയില്ല. എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേട്ടോ എബ്രഹാം ലിങ്കൺ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇഷ്ടമുള്ളൊരു നമ്പർ, റാൻഡമായിട്ട് വേറൊരു നമ്പർ എവിടെ നിന്ന് വേണമെങ്കിലും, ഇവിടെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, കണ്ണടച്ചോ. എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നമ്പർ മനസ്സിലേക്ക് ചിന്തിച്ചോ. ഓക്കെ, ഒന്ന് പറയാമോ? 45. ഓക്കെ, 45. അതിനകത്ത് നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് നോക്കാം. ഷോപ്പിംഗ് ലിസ്റ്റിൽ 45. പിസ്സ കണ്ടോ നിങ്ങൾ? കഴിച്ചിട്ടുണ്ടോ? ഈ എബ്രഹാം ലിങ്കണും പിസ്സയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല അല്ലേ? അതായത് എബ്രഹാം പിസ്സ കഴിക്കുമല്ലേ? രണ്ടും അമേരിക്കൻസ് ആണെന്ന് എനിക്ക് തോന്നണമല്ലേ? ഞാൻ പറയാം, ഇത് ഞാൻ ജസ്റ്റ് ടീച്ചറിനൊന്ന് ഫോഴ്സ് ചെയ്താണ്. അതായത് ഫോഴ്സിങ് എന്ന് പറയും. അതായത് നമ്പർ ഫോഴ്സിങ് ടെക്നിക്കാണിത്. നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് നമ്പർ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിനാണ്. ടീച്ചറിന് 1 മുതൽ 100 വരെയും നമ്പർ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് 36 അല്ലേ? എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? എൻ്റെ ഭാഗ്യ നമ്പറിൽ 2 എണ്ണം. ഓക്കെ, 45 എൻ്റെ ചേട്ടൻ്റെ അടുത്ത ജന്മദിനം. ഓക്കെ, ഇത് ഞാൻ ഒരു പ്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വെറുതെ ഫോഴ്സിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ ഉണ്ടോ കയ്യിൽ? ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഫോണിൽ? ഒന്ന് എടുക്കാമോ? KIRAN RAPHEA. ഓക്കെ, ഇതാണ് എൻ്റെ ID.
എൻ്റെ ഐ ഡിയിൽ ഞാൻ ഒരു പോസ്റ്റ് The president who led the country through the Civil War is one of the most famous in American history. His name was Abraham Lincoln. Abraham Lincoln, the sixth. ഈ ഫോട്ടോയിൽ എബ്രഹാം ലിങ്കൺ എന്ത് പിടിച്ചിട്ടായിരിക്കണം നോക്കി. ഇത് എത്ര നേരം മുമ്പ് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണെന്ന് നോക്കാമോ? ഇവിടെ പോസ്റ്റ് ചെയ്ത സമയം കാണാം മുകളിൽ 23 hours. 23